ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു രാവിലെ എങ്ങനെയെന്ന് കണ്ടാലോ? എല്ലാവരും വായോ. രാവിലെ ചോറിന് വെള്ളം വെച്ച് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇന്ന് പൂരിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് കരുതി. അപ്പോഴേക്കും വെള്ളം തിളച്ച് അരിയിട്ട് അത് തെർമയിലേക്ക് മാറ്റി. കണ്ണൂസ് എഴുന്നേറ്റ് വന്നു. പിന്നെ അവനെ അവിടെ കുറച്ച് മാവും കൊടുത്ത് അവിടെ ഇരുത്തി. മാവും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന സമയം കൊണ്ട് എൻ്റെ ജോലി ഫാസ്റ്റാക്കി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പൂരിയും ഉണ്ടാക്കി. സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം വെന്തു വന്നായിരുന്നു. അതിന് കടുക് വറുത്തതിന് ശേഷം ഉപ്പ് നോക്കി. 2-3 പ്രാവശ്യം ഉപ്പ് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കാണില്ല. കാരണം ഞാൻ ഉപ്പ് കുറേശ്ശെയാണ് ചേർക്കുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കണ്ണൂനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്തു. അപ്പോഴേക്കും രഞ്ജിത്തേണ്ണും റെഡിയായി കഴിക്കാൻ വന്നു. അങ്ങനെ രഞ്ജിത്തേണ്ണും അച്ഛനും കഴിക്കാനിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ചിനുള്ളത് തയ്യാറാക്കി. രാവിലെ തന്നെ സാമ്പാർ തയ്യാറായതുകൊണ്ട് മോരുകറിയും ബീൻസ് തോരനും ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ സാമ്പാറും തോരനും മോരുകറിയും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ ചക്ക കുമ്പളപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തരാമെന്ന്? ഇതാ വീഡിയോ കണ്ടോളൂ. ആദ്യം ചക്ക നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ശർക്കര, ജീരകം, ഏലക്കയും കൂട്ടി നന്നായി തിളക്കുക. ഈ ഒരു ലെവലാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കയും നെയ്യും ചേർത്ത് ഇളക്കുക. ഇവയെല്ലാം ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഏതെങ്കിലും അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ഒരു ലെവൽ ആകും വരെ മിക്സ് ചെയ്യാം.
ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ചൂടാറാൻ വെക്കാം. നെയ്യ് കുറച്ചുകൂടി ആവശ്യമെങ്കിൽ അതിലേക്ക് നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചൂടാറിയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ വഷ്ണയില കുമ്പിള് കുത്തി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. കുമ്പിള് കുത്തി മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ നമുക്കൊരു ഇഡലി തട്ടിലേക്ക് വെച്ച് വേവിച്ച് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ